ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ പുതിയൊരു ടൈപ്പ് ഓഫ് സർവേ ആണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് പ്ലെയിൻ ടേബിൾ സർവേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ ടൈപ്പ് സർവേ പഠിച്ചു? ചെയിൻ സർവേ പഠിച്ചു, കോമ്പസ് സർവേ പഠിച്ചു അല്ലേ? ഇനി നെക്സ്റ്റ് കംസ് പ്ലെയിൻ ടേബിൾ സർവേ. ഓക്കെ, പ്ലെയിൻ ടേബിൾ സർവേയിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അതിനെ പറ്റിയിട്ട്, പിന്നെ പ്രിൻസിപ്പിൾ, ഇൻസ്ട്രുമെൻറ്റ്സ്, സെറ്റിംഗ് അപ്പ് പ്ലെയിൻ ടേബിൾ, മെത്തേഡ്സ് ഓഫ് പ്ലെയിൻ ടേബിൾ, അഡ്വാൻറ്റേജസ്, സോഴ്സസ് ഓഫ് എറർ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പ്ലെയിൻ ടേബിളിൽ പഠിക്കാനുള്ളത്. ഈ റൈറ്റ് സൈഡിൽ കണ്ടോ, പ്ലെയിൻ ടേബിളിൻ്റെ മോഡലിൽ കുറച്ച് ചിത്രങ്ങൾ കണ്ടോ? പ്ലെയിൻ ടേബിളിൻ്റെ ട്രിപ്പ് ബോർഡ്, പ്ലെയിൻ ടേബിൾ ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇനി പ്ലെയിൻ ടേബിൾ സർവേനെ കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. പ്ലെയിൻ ടേബിൾ സർവേ ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സർവേ ആണ്. ഫസ്റ്റ് ലൈനിൽ കാണുന്നത് പ്ലെയിൻ ടേബിൾ സർവേ ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സർവേ. എന്താണ് ഈ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സർവേ എന്ന് പറഞ്ഞാൽ? ഇതിൽ ഫുൾ ഓഫ് ഡ്രോയിങ് ആണ് വരുന്നത്. ഓക്കെ, മെഷർമെൻറ്റ്സ് എടുത്ത് പ്ലോട്ടിംഗ് ഒക്കെ, അതായത് ഫീൽഡിൽ വെച്ചിട്ട് തന്നെ പ്ലോട്ടിങ്ങും മെഷർമെൻറ്റ്സ് എടുക്കലും പ്ലോട്ടിങ്ങും ഒരുമിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സർവേ. അപ്പോൾ ഡാഷ് ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സർവേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ ആൻസർ? പ്ലെയിൻ ടേബിൾ. പിന്നെ ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ചീപ്പർ ദാൻ തിയോഡലൈറ്റ് സർവേ. പിന്നെ ഇത് വളരെ സിമ്പിളും തിയോഡലൈറ്റ് സർവേനേക്കാളൊക്കെ വളരെ ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന സർവേ ആണ്. പിന്നെ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ സ്കെയിൽ മാപ്പ്. വളരെ ചെറിയ മാപ്പുകൾ പ്രിപ്പയർ ചെയ്യുന്നതിനുമൊക്കെ ഈ ഒരു പ്ലെയിൻ ടേബിൾ സർവേ സ്യൂട്ടബിൾ ആണ്. Then comes the plan is drawn by the surveyor in the field while the area to be surveyed is before his eyes. അതായത് ഈ പോയിന്റിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, സർവേയർ ഫീൽഡിൽ ഞാൻ പറഞ്ഞു ഈ ടൈപ്പ് ഓഫ് സർവേ എന്താണ്, നമ്മൾ ഫീൽഡിൽ വെച്ചിട്ട് മെഷർ ചെയ്യലും അത് പ്ലോട്ടിങ്ങും ഫീൽഡിൽ വെച്ചിട്ട് തന്നെ കഴിയും. അതായത് മെഷർമെൻ്റ് എടുക്കലും വരയ്ക്കലും ഒക്കെ ഫീൽഡിൽ വെച്ചിട്ട് തന്നെ കഴിയും. അപ്പോൾ ഈ വരയ്ക്കണ സർവേയർക്ക് ആ പ്ലോട്ടിൻ്റെ ഏകദേശ ചിത്രം കൺമുന്നിൽ തന്നെ കണ്ടിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ യാതൊരുവിധ മിസ്റ്റേക്കുകളും വരില്ല. ഇനി വന്നാലും അത് അപ്പം തന്നെ ദൂരീകരിക്കാനും കഴിയും. ദെർഫോർ ദർ ഈസ് നോ പോസിബിലിറ്റി ഓഫ് ഒമിറ്റിംഗ് ദി നെസസറി മെഷർമെൻറ്റ്. അതുപോലെ മെഷർമെൻറ്റ്സ് അറിയാണ്ട് എടുക്കാൻ മറക്കുക, ഇങ്ങനത്തെയൊക്കെ അവസ്ഥകൾ ഒരിക്കലും വരില്ല. മെഷർമെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റ്, അതായത് അയാൾ ആ ഫീൽഡിൽ വെച്ചിട്ട് തന്നെയാണ് ആ പ്ലോട്ട് വരയ്ക്കുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും മെഷർമെൻറ്റ്സ് മിസ്സാണെങ്കിൽ അപ്പം തന്നെ അറിയും. അപ്പോൾ ഒമിറ്റിംഗ് ദി മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വിട്ടുകളയുക, മെഷർമെൻറ്റ്സ് അറിയാതെ എടുക്കാതെ പോവുക, അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത, പ്ലെയിൻ ടേബിൾ സർവേയുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫീൽഡ് വർക്കും ഓഫീസ് വർക്കും ഒരുമിച്ച് നടക്കും. ഓഫീസ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ചെയിൻ സർവേയിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ഫീൽഡിൽ പോയിട്ട്, ചെയിൻ സർവേയിലും കോമ്പസിലൊക്കെ എങ്ങനെയാണ് ഫീൽഡിൽ പോയിട്ട് മെഷർമെൻറ്റ്സ് എടുക്കണു, ആ മെഷർമെൻറ്റ്സ് ഫീൽഡ് ബുക്ക് പറഞ്ഞൊരു ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു, എന്നിട്ട് ലാബിൽ അല്ലെങ്കിൽ ഓഫീസിൽ വന്നിട്ടാണ് പിന്നീട് ഏരിയ കാൽക്കുലേഷനും ബിയറിംഗ് കാൽക്കുലേഷനും പ്ലോട്ടിങ്ങും ഒക്കെ നടക്കുന്നത് അല്ലേ? പക്ഷേ ഇവിടെ എങ്ങനെയാണ്? ഫീൽഡിൽ വെച്ച് തന്നെ മെഷർമെൻറ്റും എടുക്കുന്നു, പ്ലോട്ടിങ്ങും നടക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, പ്ലെയിൻ ടേബിൾ സർവേയുടെ ഒരു പ്രത്യേകത. ഇനി പ്ലെയിൻ ടേബിൾ സർവേക്ക് യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിളിനെ കുറിച്ച് പഠിക്കാം. ദ പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ഇൻ പ്ലെയിൻ ടേബിൾ സർവേ ഈസ് പാരലലിസം. അപ്പോൾ ഈ പാരലലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലലിസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റേഷൻ എയിൽ ചെന്നിട്ട് പ്ലെയിൻ ടേബിൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ AB എന്നുള്ളൊരു ലൈൻ വരച്ചു, ബിയിലോട്ട് നോക്കിയിട്ട്. അത് ഗ്രൗണ്ട് സ്റ്റേഷനിലും അങ്ങനെ ഒരു AB എന്നുള്ളൊരു പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ ഈ നമ്മൾ ഡ്രോയിങ് ഷീറ്റിൽ വരച്ച AB എന്നുള്ള ലൈനും ഗ്രൗണ്ട് സ്റ്റേഷൻ AB എന്നുള്ള ലൈനും കറക്റ്റ് പാരലലായിരിക്കണം എല്ലാ സ്റ്റേഷനിൽ പോകുമ്പോഴും. അതാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് പാരലലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്രോയിങ് ഷീറ്റിലെ ലൈനുകളും ഗ്രൗണ്ട് സ്റ്റേഷനിലെ ലൈനുകളും പാരലലായിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ആക്സസറീസ് ഫോർ പ്ലെയിൻ ടേബിളിംഗ്. അതായത് പ്ലെയിൻ ടേബിൾ സർവേക്ക് ആവശ്യമായ ഉപകരണങ്ങളും അതിൻ്റെ ഭാഗങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഫോളോവിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ യൂസ്ഡ് ഇൻ പ്ലെയിൻ ടേബിൾ സർവേ. പ്ലെയിൻ ടേബിൾ സർവേക്ക് യൂസ് ചെയ്യുന്ന ഉപകരണങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയാണ്. അതിൽ മെയിനായിട്ട് എക്യുപ്മെൻറ്റ്സ്, ഉപകരണങ്ങൾ എന്ന് പറഞ്ഞു വരുന്നത് പ്ലെയിൻ ടേബിൾ, ട്രിപ്പ് ബോർഡ്, അലിഡേഡ്. ഇതാണ് അതിൻ്റെ മെയിൻ എക്യുപ്മെൻറ്റ്സ്. ഇനി ഇത് കൂടാണ്ട് ഇതിന് കുറച്ച് ഭാഗങ്ങളും കൂടി ഉണ്ട്. മെയിൻ എക്യുപ്മെൻറ്റ്സ് പ്ലെയിൻ ടേബിൾ, ട്രിപ്പ് ബോർഡ്, അലിഡേഡ്. ഓക്കെ,
ഈ പ്ലെയിൻ ടേബിൾ, ട്രിപ്പോഡ്, അലിഡേറ്റിന് പുറമെ കുറച്ച് ആക്സസറീസും കൂടി പ്ലെയിൻ ടേബിൾ സർവേക്ക് ആവശ്യമുണ്ട്. കുറച്ചല്ല, കുറച്ചധികം ഉണ്ട്. അതിൽ ആക്സസറീസിൽ നമുക്ക് നോക്കാം. ട്രഫ് കോമ്പസ്, സ്പിരിറ്റ് ലെവൽ, യു ഫോർക്ക് വിത്ത് പ്ലം ബോബ്. ഈ യു ഫോർക്കിനെ യു ഫ്രെയിം വിത്ത് പ്ലം ബോബ് എന്നും പറയാറുണ്ട്. വാട്ടർ പ്രൂഫ് കവർ, ഡ്രോയിങ് പേപ്പർ, പിൻസ്, ഡ്രോയിങ് ആക്സസറീസ്. ഈ അടിയത്തെ 4 ഇല്ലേ, ഈ വാട്ടർ പ്രൂഫ് കവർ, ഡ്രോയിങ് പേപ്പർ, പിൻസ്, ഡ്രോയിങ് ആക്സസറീസ്, അതൊക്കെ സർവേക്ക് നമ്മൾ സാധാരണ പ്ലെയിൻ ടേബിൾ സർവേക്ക് കൊണ്ടുപോകുന്ന ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിൽ മെയിനായിട്ട് ആക്സസറീസിൽ മെയിൻ ട്രഫ് കോമ്പസ്, സ്പിരിറ്റ് ലെവൽ, യു ഫോർക്ക് വിത്ത് പ്ലം ബോബ് ആണ് മെയിനായിട്ട് ആക്സസറീസിൽ വരുന്നത്. ഇതൊക്കെ വാട്ടർ പ്രൂഫ് കവർ, ഡ്രോയിങ് പേപ്പർ, പിൻസ്, ഡ്രോയിങ് ആക്സസറീസൊക്കെ നമ്മളിപ്പോൾ ഒരു പ്ലോട്ടിംഗ് ഒക്കെ വരയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആക്സസറീസ്. എക്യുപ്മെൻറ്റ്സ് ആൻഡ് ആക്സസറീസിൽ ഏതൊക്കെയാണ് വരുന്നത്? മെയിൻ എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? പ്ലെയിൻ ടേബിൾ, ട്രിപ്പോഡ്, അലിഡേഡ്. പിന്നെ അതിൻ്റെ കൂടെ ആക്സസറീസ് ആയിട്ട് ഏതൊക്കെയാണ് വരുന്നത്? ട്രഫ് കോമ്പസ്, സ്പിരിറ്റ് ലെവൽ, യു ഫോർക്ക് വിത്ത് പ്ലം ബോബ്, വാട്ടർ പ്രൂഫ് കവർ, ഡ്രോയിങ് പേപ്പർ, പിൻസ്, ഡ്രോയിങ് ആക്സസറീസ്. ഓക്കെ, ഇനി എക്യുപ്മെൻറ്റ്സിനെ നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. പ്ലെയിൻ ടേബിൾ സർവേക്ക് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിലെ മെയിൻ വൺ പ്ലെയിൻ ടേബിൾ തന്നെയാണ്. പ്ലെയിൻ ടേബിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഡ്രോയിങ് ബോർഡ് ഫോർ പ്ലെയിൻ ടേബിളിംഗ് ഈസ് മെയ്ഡ് ഫ്രം വെൽ സീസൺഡ് വുഡ് വിത്ത് ഇറ്റ്സ് അപ്പർ സർഫസ് എക്സാക്ട്ലി പ്ലെയിൻ. അതായത് പ്ലെയിൻ ടേബിൾ സർവേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ എക്യുപ്മെൻറ്റ് പ്ലെയിൻ ടേബിൾ എന്ന് പറഞ്ഞ ഒരു ഡ്രോയിങ് ടേബിളിൻ്റെ അതേ മോഡലുള്ള, അല്ലെങ്കിൽ ഡ്രോയിങ് ബോർഡിൻ്റെ അതേ മോഡലുള്ള ഒരു പ്ലെയിൻ ടേബിളാണ് എന്തിനു ഉപയോഗിക്കുക, പ്ലെയിൻ ടേബിൾ സർവേക്ക് ഉപയോഗിക്കുന്ന മെയിൻ ഇൻസ്ട്രുമെൻറ്റ്. അത് വെൽ സീസൺഡ് വുഡ് കൊണ്ട് നിർമ്മിച്ചതാണ്. അതിൻ്റെ സർഫസ് നമ്മൾ ഡ്രോയിങ് ബോർഡൊക്കെ പോലെ തന്നെ നല്ല എക്സാക്ട്ലി വുഡ് കൊണ്ട് നിർമ്മിച്ച പ്ലെയിൻ സർഫസാണ് ഉണ്ടാവുക മുകൾഭാഗം കാണുമ്പോഴൊക്കെ. ഇറ്റ് ഈസ് നോർമലി റെക്റ്റാങ്കുലർ ഇൻ ഷേപ്പ് വിത്ത് 75 സെൻറ്റിമീറ്റർ ടു 60 സെൻറ്റിമീറ്റർ. ഇത് സാധാരണ നോർമലി റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഉണ്ടാവുക. ഏകദേശം സൈസ് വന്നിട്ട് 75 സെൻറ്റിമീറ്റർ ബൈ 60 സെൻറ്റിമീറ്റർ എന്നുള്ളൊരു സൈസിലാണ് സാധാരണ കാണാറ്. ഇനിയും വേറെ സൈസിൽ കാണപ്പെടാറുണ്ട്. പക്ഷേ സാധാരണയായിട്ട് 75 സെൻറ്റിമീറ്റർ ബൈ 60 സെൻറ്റിമീറ്റർ സൈസിലാണ് കാണാറ്. പിന്നെ ഇറ്റ് ഈസ് മൗണ്ടഡ് ഓൺ എ ട്രിപ്പോഡ് ആൻഡ് ക്ലാംസ് ആർ പ്രൊവൈഡഡ് ടു ഫിക്സ് ഇറ്റ് ഇൻ എനി ഡയറക്ഷൻ. ഈ പ്ലെയിൻ ടേബിൾ ഒരു ട്രിപ്പോഡിൻ്റെ മേലെ ഫിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് പ്ലെയിൻ ടേബിൾ ഒറ്റയ്ക്ക് മണ്ണിൽ വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ട്രിപ്പോഡിൻ്റെ മേലെ മാത്രമേ പ്ലെയിൻ ടേബിൾ ഫിക്സ് ചെയ്യാൻ പറ്റൂ. ആ ട്രിപ്പോഡിൻ്റെ അടിയിലൊരു ക്ലാമ്പ് ഉണ്ട്. ആ ക്ലാമ്പ് ഈ പ്ലെയിൻ ടേബിളിൻ്റെ അടിയിലും ഈ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. മുകൾ ഭാഗം, ഈ ഫസ്റ്റ് പിക്ചറിൽ കാണുന്നത് എന്താണ്? മുകൾ ഭാഗം വളരെ പ്ലെയിനായിട്ട് ഡ്രോയിങ് ഷീറ്റ്, അതായത് നമ്മുടെ വൈറ്റ് നിറത്തിലുള്ള ഡ്രോയിങ് ഷീറ്റ് ഫിക്സ് ചെയ്യാൻ പാകത്തിൽ ഉള്ള മുകൾ ഭാഗമാണുള്ളത്. ഇനി താഴ്ഭാഗത്ത് ആ ഒരു ബ്ലാക്ക് കളർ റൗണ്ട് ഷേപ്പായിട്ടൊരു ഇത് കണ്ടോ നിങ്ങൾ? അതാണ് അതിൻ്റെ ട്രിപ്പോഡിലോട്ട് ഫിക്സ് ചെയ്യുന്ന ഭാഗം. പ്ലെയിൻ ടേബിളിൻ്റെ ട്രിപ്പോഡിലോട്ട് ഫിക്സ് ചെയ്യുന്ന ഭാഗം. ഈ പ്ലെയിൻ ടേബിളിൻ്റെ ട്രിപ്പോഡിൽ ഒരു സ്ക്രൂ അല്ലെങ്കിൽ ക്ലാമ്പ് എന്ന് പറയും. ആ ക്ലാമ്പ് ആ ക്ലാമ്പ് ഈ ട്രിപ്പോഡിൻ്റെ ഈ കറുത്ത ഭാഗത്തിൻ്റെ ഉള്ളിലോട്ട് പ്ലെയിൻ ടേബിളിൻ്റെ ഈ കറുത്ത ഭാഗം ത്തിൻ്റെ ഉള്ളിലൊരു ചെറിയ ദ്വാരമുണ്ട്. ത്രെഡ്സൊക്കെ കാണും. നമ്മൾ വാട്ടർ ബോട്ടിലിൻ്റെ അടപ്പൊക്കെ അടച്ച് വെക്കില്ലേ, അതേപോലെ തന്നെ ഇവിടെ ഒരു ക്ലാമ്പ് ഉണ്ട്. ആ ക്ലാമ്പ് ഈ പ്ലെയിൻ ടേബിൾ നമ്മളങ്ങോട്ട് ട്രിപ്പോഡിൻ്റെ മേലെ അങ്ങ് വെക്കും. എന്നിട്ട് ഈ ട്രിപ്പോഡിൻ്റെ അടിയിലുള്ള ക്ലാമ്പ് അങ്ങ് ഈ പ്ലെയിൻ ടേബിളിൻ്റെ അടിയിലോട്ട് തിരികെ വെക്കും. നല്ല ടൈറ്റ് ചെയ്ത് വെക്കും. അങ്ങനെയാണ്. അപ്പോൾ അതെന്താകും, ട്രിപ്പോഡിൻ്റെ മേലെ ടേണായിട്ട് ഉറച്ചങ്ങോട്ട് നിൽക്കും ആ പ്ലെയിൻ ടേബിൾ. ഓക്കെ, അതാണ് ഈ പ്ലെയിൻ ടേബിളിനെ കുറിച്ച് പറയാനുള്ളത്. ഇറ്റ് ഈസ് മൗണ്ടഡ് ഓൺ എ ട്രിപ്പോഡ് ആൻഡ് ക്ലാംസ് ആർ പ്രൊവൈഡഡ് ടു ഫിക്സ് ഇറ്റ്. ക്ലാമ്പ് ഉണ്ട് എന്ന് പറയുന്നത് അതാണ്. ട്രിപ്പോഡിൻ്റെ മേലെ ഈ പ്ലെയിൻ ടേബിൾ വെക്കുന്നു. എന്നിട്ട് ട്രിപ്പോഡിലുള്ള ഒരു ക്ലാമ്പ് വെച്ച് ഈ പ്ലെയിൻ ടേബിളിനെ ടൈറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് പ്ലെയിൻ ടേബിളിന് ഈ ക്ലാമ്പ് ലൂസ് ചെയ്താൽ ട്രിപ്പോഡിൻ്റെ അടിയിലത്തെ ക്ലാമ്പ് ലൂസ് ചെയ്താൽ പ്ലെയിൻ ടേബിളിനെ നമുക്ക് തിരിപ്പിക്കാൻ സാധിക്കും. അതുപോലെ ക്ലാമ്പ് ടൈറ്റ് ചെയ്താൽ പ്ലെയിൻ ടേബിൾ കറക്റ്റ് സ്ഥാനത്ത് ഇളകാതെ നിൽക്കുകയും ചെയ്യും. ഓക്കെ, നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ക്ലാമ്പ് ലൂസ് ചെയ്തുകൊണ്ട് പ്ലെയിൻ ടേബിളിനെ തിരിപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇത് പ്ലെയിൻ ടേബിളിൻ്റെ മുകൾ ഭാഗവും അടിഭാഗത്തിൻ്റെ പിക്ചറാണ്. ഇത് മോഡേൺ ടൈപ്പ് ഓഫ് പ്ലെയിൻ ടേബിളാണ്.
അപ്പം ഞങ്ങൾ റീസെൻ്റായിട്ട് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് പ്ലെയിൻ ടേബിളാണ്. പക്ഷേ പണ്ടത്തെ കാലത്ത് വുഡൻ്റെ ട്രിപ്പോഡൊക്കെയാണ്. ഇപ്പം നമ്മളുടെ ലാബിൽ നമ്മളെ ലാബിൽ എനിക്ക് തോന്നുന്നത് എങ്ങനത്തെയാന്ന് വുഡൻ്റെ ഉണ്ട്, ഇങ്ങനത്തെ ഉണ്ട് തോന്നുന്നു. ഒരു ഇൻസ്ട്രുമെൻറ്റ് ഇങ്ങനത്തെ ഉണ്ട് തോന്നുന്നു നമ്മുടെ ലാബിൽ. ഇത് എന്താണ് ഫോൾഡ് ചെയ്യാൻ പാകത്തിലുള്ള, അതായത് ഈ ട്രിപ്പോഡൊക്കെ ഫോൾഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനൊരു രീതിയിലാണ് പ്ലെയിൻ ടേബിളിനെ ട്രിപ്പോഡിൽ, ഈ 3 കാലുള്ള സാധനത്തിനാണ് നമ്മൾ ട്രിപ്പോഡ് എന്ന് പറയുക, ട്രിപ്പോഡിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത് വരുന്നത് ട്രിപ്പോഡ്. ഞാൻ പറഞ്ഞു ട്രിപ്പോഡ് എന്ന് പറഞ്ഞത് ഒരു 3 ലെഗുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് ട്രിപ്പോഡ്. ഈ ട്രിപ്പോഡ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്ലെയിൻ ടേബിളിനെ ഉറപ്പിച്ച് വയ്ക്കാൻ. ഓക്കെ. ദ പ്ലെയിൻ ടേബിൾ ഈസ് മൗണ്ടഡ് ഓൺ എ ട്രിപ്പോഡ്. ഒരു ട്രിപ്പോഡിൻ്റെ മേലെയാണ് വെക്കുന്നത്? പ്ലെയിൻ ടേബിൾ എന്ന് പറഞ്ഞാൽ ആ ഡ്രോയിങ് ബോർഡ് പോലത്തെ നമ്മുടെ ടേബിൾ വെക്കുന്നത്. ദ ട്രിപ്പോഡ് ഈസ് ജനറലി ഓപ്പൺ ഫ്രെയിം ടൈപ്പ് കമ്പൈൻഡ് റിജിഡ്ലി വിത്ത് ലൈറ്റ്നസ്. അതായത് ഈ ട്രിപ്പോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിം, 3 കാലുകളുള്ള ഒരു ഫ്രെയിം പോലെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതിനെ കറക്റ്റായി ഫിക്സ് ചെയ്തിട്ട് പ്ലെയിൻ ടേബിളിനെ ഇളകാതെ നമുക്ക് സർവേ ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ അതുപോലെ ഈ പ്ലെയിൻ ടേബിൾ 1 ടൈം ഫിക്സ് ചെയ്താൽ നമുക്ക് അടുത്ത സ്റ്റേഷനിലോട്ടൊക്കെ കൊണ്ടുപോകുന്നതിന് നമ്മുടെ ഈ ട്രിപ്പോഡ് ഫുള്ളായിട്ട് അങ്ങ് എടുത്ത് കൊണ്ടുപോയാൽ മതി. ട്രാൻസ്പോർട്ടേഷനൊക്കെ ഭയങ്കര കൺവീനിയൻസ് ആണ്. പിന്നെ മടക്കാം, എന്താണ്, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ട്രിപ്പോഡിനെ, ഈ 3 ലെഗുള്ള ഈ ട്രിപ്പോഡിനെ അവിടെ കണ്ട ഒരു കറുത്ത നിറം അവിടെ ലൂസാക്കിയിട്ട് നമുക്ക് മടക്കി വയ്ക്കാം, ഉള്ളിലോട്ട് കയറ്റി വയ്ക്കാം, ഈ ഭാഗത്ത് ഉള്ളിലോട്ട് കയറ്റി വയ്ക്കാം. ഓക്കെ. അപ്പോൾ അത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. അതുപോലെ ട്രിപ്പോഡ് ഈസ് പ്രൊവൈഡ് വിത്ത് 3 ഫുട്ട് സ്ക്രൂസ് അറ്റ് ഇറ്റ്സ് ടോപ്പ് ഫോർ ലെവലിംഗ് ഓഫ് ദി പ്ലെയിൻ ടേബിൾ. ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള പ്ലെയിൻ ടേബിൾ വിത്ത് ട്രിപ്പോഡിലൊക്കെ ട്രിപ്പോഡിൽ തന്നെ പ്ലെയിൻ ടേബിൾ ലെവൽ ചെയ്യാനുള്ള സ്ക്രൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രിപ്പോഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പ്ലെയിൻ ടേബിൾ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 3 കാലുള്ള ഒരു ഫ്രെയിമാണ് ട്രിപ്പോഡ്. അതിനെ നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് അതിനെ ചുരുക്കാം, അതിൻ്റെ നീളം കൂട്ടാം, പരത്തി വയ്ക്കാം, ഒക്കെ ചെയ്യാം. അതിൻ്റെ മേലാണ് ഫിക്സ് ചെയ്യണത്? പ്ലെയിൻ ടേബിൾ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ, ഇതൊക്കെ പല മോഡലുകളായിട്ടുള്ള ട്രിപ്പോഡുകളാണ്. ഇനി നെക്സ്റ്റ് മെയിൻ എക്യുപ്മെൻ്റ് എന്ന് പറയണത് അലിഡേറ്റ്. അലിഡേറ്റ് എന്ന് പറഞ്ഞാൽ ദ അലിഡേറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ എസ്റ്റാബ്ലിഷിങ് എ ലൈൻ ഓഫ് സൈറ്റ്. അതായത് നമ്മൾക്ക് ചുമ്മാ പ്ലെയിൻ ടേബിൾ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു പോയിൻറ്റിനെ സൈറ്റ് ചെയ്യാനോ പിടിക്കാനോ പറ്റില്ല. നമ്മുടെ അതിനൊരു സൈറ്റിംഗ് ഡിവൈസ് വേണം. പ്ലെയിൻ ടേബിൾ നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ നോക്കി നമുക്കൊരു ലൈൻ വരയ്ക്കണമെങ്കിൽ അവിടെ ഒരു സൈറ്റിംഗ് ഡിവൈസ് വേണം. ആ സൈറ്റിംഗ് ഡിവൈസ് പ്ലെയിൻ ടേബിൾ സർവേക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു സൈറ്റിംഗ് ഡിവൈസ്, ഒരു ലൈൻ ഓഫ് സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണ് അലിഡേറ്റ്. ഓക്കെ. അലിഡേറ്റ് 2 തരത്തിലുണ്ട്. സിമ്പിൾ അലിഡേറ്റും ഉണ്ട്, ടെലസ്കോപ്പിക് അലിഡേറ്റും ഉണ്ട്. ഇവിടെ പറയുകയാണ് 2 ടൈപ്സ് ഓഫ് അലിഡേറ്റ്സ് ആർ ദെയർ. സിമ്പിൾ അലിഡേറ്റ്, ടെലസ്കോപ്പിക് അലിഡേറ്റ്. ഏതൊക്കെ തരം അലിഡേറ്റുകളാണുള്ളത്? സിമ്പിൾ അലിഡേറ്റും ഉണ്ട്, ടെലസ്കോപ്പിക് അലിഡേറ്റും ഉണ്ട്. ഇനി നമുക്ക് സിമ്പിൾ അലിഡേറ്റ്, ഇതാണ് സിമ്പിൾ അലിഡേറ്റിൻ്റെ ഒരു പിക്ചർ. സിമ്പിൾ അലിഡേറ്റിൻ്റെ പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ 2 എണ്ണം സിമ്പിൾ അലിഡേറ്റ് ആണ്. നമുക്ക് സിമ്പിൾ അലിഡേറ്റ് എന്താണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കി നോക്കാം. സിമ്പിൾ അലിഡേറ്റ്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഓർഡിനറി വർക്ക്. It is generally consist of gunmetal or wooden rule with 2 vertical veins at the ends. അപ്പോൾ സാധാരണയായി ഈ സിമ്പിൾ അലിഡേറ്റ് ഓർഡിനറി വർക്ക്, സാധാരണ നമ്മൾ ചെയ്യുന്ന ചെറിയ വർക്കുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? സിമ്പിൾ അലിഡേറ്റ് ഉപയോഗിക്കുക. അത് ഗൺമെറ്റൽ കൊണ്ടോ അല്ലെങ്കിൽ മരം കൊണ്ടോ ഉണ്ടാക്കിയ ഒരു ചെറിയ സ്കെയിൽ പോലെയാണ്. ഓക്കെ. നമ്മൾ എങ്ങനെയാണ് സാധാ സ്കെയിൽ വെച്ച് വരയ്ക്കില്ലേ, അതേപോലെ ഒരു സ്കെയിൽ പോലെ തന്നെയാണ്. പക്ഷേ എന്താണ് ഒരു പ്രത്യേകത? നമ്മൾ കോമ്പസിലൊക്കെ കണ്ടില്ലേ, സൈറ്റ് ചെയ്യാൻ ഒരു ഐ വെയിനും ഒബ്ജക്റ്റ് വെയിനും. ഐ വെയിനിൽ കൂടെ നോക്കുന്നു, ഒബ്ജക്റ്റ് വെയിനിൽ എന്തുണ്ട്? ഒരു ഹോഴ്സ് ഹെയർ ഉണ്ട്. ആ ഹോഴ്സ് ഹെയറിൽ നമ്മൾ ഒബ്ജക്റ്റിനെ ബൈസെക്റ്റ് ചെയ്യണം, എന്നിട്ടാണ് റീഡിങ് എടുക്കാൻ പറ്റൂലേ. അതേപോലെ തന്നെ ഇവിടെയും ഒരു സ്കെയിൽ പോലെ തന്നെയാണ്. പക്ഷേ ആ സ്കെയിലിൽ എന്തുണ്ട്? 2 സൈഡിലും ഓരോ സൈറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഐ വെയിനും ഉണ്ട്, ഒബ്ജക്റ്റ് വെയിനും ഉണ്ട്. ഐ വെയിൻ എന്ന് പറയുന്നത്, the eye vein is provided with a narrow slit while the object vein is open and carries a horse hair.
അപ്പോൾ ഐ വെയിൻ ഇവിടെ വൺ എൻഡിൽ ഐ വെയിനും ഉണ്ടാവും, അപ്പുറത്തെ എൻഡിൽ ഒബ്ജക്റ്റ് വെയിനും ഉണ്ടാവും. ഐ വെയിന് വെറും നാരോ സ്ലിറ്റ് ആയിരിക്കും. അതായത് ഫസ്റ്റ് കാണുന്ന ഐ വെയിന് ചെറിയ നാരോ സ്ലിറ്റ് ആയിരിക്കും. പക്ഷേ നേരെ മറിച്ച് ഒബ്ജക്റ്റ് വെയിനിൽ എന്തായിരിക്കും? ഒബ്ജക്റ്റ് വെയിനിൽ ഒരു ഹോഴ്സ് ഹെയറും കൂടി ഉണ്ടാവും. അത് നമ്മൾ ഒബ്ജക്റ്റിനെ നോക്കണ ഭാഗമാണ് ഒബ്ജക്റ്റ് വെയിൻ. ഐ വെയിനിലൂടെ നമ്മുടെ കണ്ണ് ഐ വെയിനിലൂടെ നോക്കിയിട്ട് ഒബ്ജക്റ്റ് വെയിന് അല്ലേ, ഒബ്ജക്റ്റ് വെയിനിൽ നമ്മൾ ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്യും. ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഹോഴ്സ് ഹെയർ കറക്റ്റ് ഒബ്ജക്റ്റിൻ്റെ മിഡിലിൽ പോയി നിൽക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ അലിഡേറ്റിലാണെങ്കിലും മറ്റേ കോമ്പസിലൊക്കെ ആണെങ്കിലും ആ ഹോഴ്സ് ഹെയർ കറക്റ്റ് മിഡിലിൽ വന്ന്, റേഞ്ചിങ് റോഡിനൊക്കെയാണ് സൈറ്റ് ചെയ്യണമെങ്കിൽ റേഞ്ചിങ് റോഡിൻ്റെ മിഡിലിൽ വന്നിട്ട് ആ ഹോഴ്സ് ഹെയർ വരണം, അപ്പുറത്തോ ഇപ്പുറത്തോ മാറിപ്പോകരുത്. ഓക്കെ. അപ്പോൾ സിമ്പിൾ അലിഡേറ്റിൻ്റെ ഏതൊക്കെയാണ്? സിമ്പിൾ അലിഡേറ്റ് ഗൺമെറ്റൽ കൊണ്ടോ അല്ലെങ്കിൽ മരം കൊണ്ടോ നിർമ്മിച്ചതാകാം. ഒരു സ്കെയിൽ പോലെയാണ്. പക്ഷേ എന്താണ് ഒരു പ്രത്യേകത? രണ്ടറ്റത്തും ഓരോ സൈറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഐ വെയിനും ഉണ്ട്, ഒബ്ജക്റ്റ് വെയിനും ഉണ്ട് അല്ലേ. ഇനി ഐ വെയിനിൽ ഒരു നാരോ സ്ലിറ്റ് മാത്രമായിരിക്കും, ചെറിയ ഓട്ട മാത്രമായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ഒബ്ജക്റ്റ് വെയിനിൽ ഒരു ഹോഴ്സ് ഹെയറും കൂടി ഉണ്ട് ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്യാൻ, ബൈസെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബൈസെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റായിട്ട് മിഡിലിൽ വന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോഴ്സ് ഹെയറും കൂടി ഒബ്ജക്റ്റ് വെയിനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി to draw the rays, one of the edge of the alidade is beveled and this is perfectly smooth working edge is known as fiducial edge. Fiducially edge എന്നും പറഞ്ഞിട്ടുണ്ട്, ഫിഡൂഷ്യൽ എഡ്ജും എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ദ ഫിഡൂഷ്യൽ എഡ്ജ് ഈസ് ഗ്രാജുവേറ്റഡ് ടു ഫെസിലിറ്റേറ്റ് ദ പ്ലോട്ടിംഗ് ഓഫ് ഡിസ്റ്റൻസ് ടു എ സ്കെയിൽ. അപ്പോൾ ഈ സിമ്പിൾ അലിഡേറ്റിൽ നമ്മൾക്ക് ഇനി ശ്രദ്ധിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ളതാണ്. സിമ്പിൾ അലിഡേറ്റിൽ ഗ്രാജുവേഷൻസ് ഒക്കെ മാർക്ക് ചെയ്ത് സ്കെയിൽ പോലെ എന്തിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ നോക്ക്, സ്കെയിലിൻ്റെ ഒരറ്റത്ത് ഇങ്ങനെ ചെരിഞ്ഞിട്ടിരിക്കുന്നുണ്ട് അല്ലേ, ഒരറ്റത്ത് ചെരിഞ്ഞിരിക്കുന്നുണ്ട്. ആ ചെരിഞ്ഞ് ഇരിക്കുന്ന ഭാഗത്ത്, ചെരിവ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മഴുവിൻ്റെയൊക്കെ മഴു കണ്ടിട്ടില്ലേ, മരം മുറിക്കുന്ന മഴു, ആ മഴുവിൻ്റെ അറ്റം എങ്ങനെയായിരിക്കും? നല്ല കൂർത്തിട്ട് ചെരിഞ്ഞിട്ടല്ലേ. അതേപോലെ ഈ സ്കെയിലിൻ്റെ അറ്റം നോക്ക്, ചെറിയതായിട്ട് ബിവൽഡ് ആയിട്ട് ചെരിഞ്ഞിരിക്കുന്നുണ്ടല്ലേ, അതിൽ ഗ്രാജുവേഷൻസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് വർക്ക് ചെയ്യാൻ സ്മൂത്തായിട്ട് നമുക്ക് റേസും കാര്യങ്ങളും മറ്റും വരയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എഡ്ജ്. അതിനെ വർക്കിംഗ് എഡ്ജ് അല്ലെങ്കിൽ ഫിഡൂഷ്യൽ എഡ്ജ് എന്ന് പറയുന്നു. സിമ്പിൾ അലിഡേറ്റിൽ മെയിനായിട്ട് നമ്മൾ അതിനെ പറയണത്, നമ്മൾ ഇതേ സാധനം വേറൊരു സ്ഥലത്തും കൂടി പഠിച്ചിട്ടുണ്ട്, ടി സ്ക്വയറിൽ വർക്കിംഗ് എഡ്ജ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അതേപോലെ തന്നെ പ്ലെയിൻ അലിഡേറ്റിൽ ഗ്രാജുവേഷൻസൊക്കെ മാർക്ക് ചെയ്ത ആ സ്കെയിലിൻ്റെ ഒരു സൈഡിൽ ചെരിഞ്ഞിട്ട് ഗ്രാജുവേഷൻസൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ അലിഡേറ്റിൽ സ്മൂത്തായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്കെയിൽ മാതിരിയുള്ള ആ ഒരു ഹൊറിസോണ്ടലായിട്ടുള്ള സ്കെയിൽ രൂപത്തിലുള്ളതിൽ ഒരു ചെരിഞ്ഞ ഒരു സൈഡ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് എന്ത്? ഫിഡൂഷ്യൽ എഡ്ജ്. എന്താണ് ഫിഡൂഷ്യൽ എഡ്ജ്? എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? വശം. ഒരു സൈഡിൽ ചെരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് രേഖകളൊക്കെ കറക്റ്റായി വരയ്ക്കാനും. പിന്നെ അതിൽ സ്കെയിലും ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്താണ്, നമ്മൾ 10 മീറ്ററാണ് എടുക്കണമെങ്കിൽ അത് നമുക്ക് 10 സെൻറ്റിമീറ്ററിലൊക്കെ ആക്കി വരയ്ക്കേണ്ടി വരും അല്ലേ. 10 മീറ്ററിന് 10 മീറ്ററിൽ തന്നെ ഡ്രോയിങ് ബോർഡിൽ വരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ സ്കെയിൽ ഔട്ടൊക്കെ ചെയ്തിട്ട് വരയ്ക്കാൻ ആ ചെരിഞ്ഞിരിക്കുന്ന എഡ്ജ് സഹായമാകുന്നു. ആ ചെരിഞ്ഞിരിക്കുന്ന എഡ്ജിനെ പറയണ പേരാണ് എന്ത്? പ്ലെയിൻ അലിഡേറ്റിലെ ചെരിഞ്ഞിരിക്കുന്ന വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന, രേഖകൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ ചെരിഞ്ഞ എഡ്ജിനെ പറയണ പേരാണ് എന്ത്? ഫിഡൂഷ്യൽ എഡ്ജ്. ഇവിടെ ഫിഡൂഷ്യലി എഡ്ജ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പരീക്ഷയിൽ ഫിഡൂഷ്യൽ എഡ്ജ് എന്നാണ് പറയുക കേട്ടോ. ഓക്കെ.